ലോകരാജ്യങ്ങൾക്കിടയിലെ സമവാക്യങ്ങൾ മാറ്റിയെഴുതുന്ന ഒരു സൂപ്പർ പവർ ഷിഫ്റ്റിങ്ങിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒരു കാലത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ കൂട്ടുകാരനായിരുന്ന ഇന്ത്യ ഇപ്പോൾ പതിയെ ചൈനയുമായി കൈകോർക്കുകയാണോ? എന്താണ് ഈ ഞെട്ടിക്കുന്ന മാറ്റത്തിന് പിന്നിലെ കാരണം? ട്രംപിന്റെ താരിഫുകളോ അതോ റഷ്യൻ എണ്ണയോ? ഇന്ത്യയുടെ ഈ പുതിയ കളികൾ ലോകശക്തികളെ എങ്ങനെ ബാധിക്കും? ഇന്ത്യൻ വിദേശ നയം ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്ന ഈ ചരിത്രപരമായ നിമിഷം നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോവുകയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, വിശ്വാസം, ഒറ്റപ്പെടൽ, ഈ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾ ഇന്നത്തെ വിഷയം. നിങ്ങൾക്ക് ഇത്തരം ഗൗരവമേറിയ വിഷയങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. താഴെയുള്ള ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ആക്കിയാൽ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ ലഭിക്കും. നമുക്ക് തുടങ്ങാം. ഏഷ്യൻ വൻകരയിലെ വഴിത്തിരിവ്, ഇന്ത്യയുടെ പുതിയ കാലം. ഒരു കാലത്ത് ഏഷ്യൻ വൻകരയുടെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയും ചൈനയ്ക്കെതിരെ ശക്തമായ ഒരു പ്രതിരോധ ശക്തിയുമായിരുന്നു ഭാരതം. എന്നാൽ കാലം മാറിയപ്പോൾ ആ ചിത്രം പതിയെ മങ്ങാൻ തുടങ്ങി. ഇന്ത്യക്ക് ഇപ്പോൾ മറ്റൊരു താല്പര്യമാണ്. അത് ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുക എന്നതാണ്. വെറുമൊരു താൽക്കാലിക തന്ത്രമല്ല ഇത് ഒരു പുതിയ കാലത്തിന്റെ തുടക്കമാണ്. അടുത്തു നടന്ന സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ നയം ഒരു തന്ത്രപരമായ വഴിത്തിരിവിലാണ് എത്തി നിൽക്കുന്നത് എന്നതാണ്. ചൈനയുമായുള്ള വ്യോമഗതാഗത ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നു, വ്യാപാരം ശക്തിപ്പെടുത്തുന്നു, ബ്രിക്സ് പോലുള്ള വേദികളിൽ ചൈനീസ് താൽപ്പര്യങ്ങൾക്കായി വാദിക്കുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസം തകർന്ന ആ നിമിഷം സ്ഥിതി ഇതല്ലായിരുന്നു. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ LOC സംഘർഷങ്ങൾ കാരണം ഇന്ത്യ ചൈന ബന്ധം വളരെ കലുഷിതമായിരുന്നു. അന്ന് അമേരിക്ക ഇന്ത്യയെ ചൈനയ്ക്കെതിരായ സഖ്യകക്ഷി എന്ന നിലയിൽ ചേർത്ത് പിടിച്ചു. എന്നാൽ കഥ മാറാൻ അധിക നാൾ വേണ്ടി വന്നില്ല. ഡൊണാൾഡ് ട്രംപ് വീണ്ടും വൈറ്റ് ഹൗസിലേക്ക് വന്നതോടെ അമേരിക്കൻ നയങ്ങൾ മാറിമറിഞ്ഞു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫുകൾ ഏർപ്പെടുത്തി. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്നതിൽ ഇന്ത്യക്കെതിരെ കടുത്ത സമ്മർദ്ദവും രോഷവും പ്രകടിപ്പിച്ചു. നമ്മുടെ സഖ്യകക്ഷി നമ്മളെ സംരക്ഷിക്കുന്നതിന് പകരം ഞെരുക്കുകയാണ്. ഡൽഹിയിലെ ഉന്നത വൃത്തങ്ങൾ ഈ സമ്മർദ്ദത്തെ കണ്ടത് ഇങ്ങനെയാണ്. 140 കോടി ജനങ്ങളുടെ ഊർജ സുരക്ഷ ഒരു പ്രധാന കാര്യമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടും അമേരിക്ക കടുത്ത നിലപാടിൽ ഉറച്ചുനിന്നു. പങ്കാളിത്തമില്ലാത്ത സമ്മർദ്ദം എന്ന ഈ തോന്നലാണ് ഒരു വഴിത്തിരിവായതെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. അമേരിക്കൻ സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാനും തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും ഇന്ത്യ പുതിയ സഖ്യങ്ങൾ തേടാൻ തുടങ്ങി. 2025 ഇന്ത്യ-US ബന്ധം അഭൂതപൂർവമായ പ്രതിസന്ധിയിലായി എന്ന് മോഡേൺ ഡിപ്ലോമസി വിലയിരുത്തുന്നു. ചൈനയുമായി സൗഹൃദത്തിന്റെ പുലരി. തുടർന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങളിൽ പ്രകടമായ ഊഷ്മളത ഉണ്ടായി. 2025 ഓഗസ്റ്റ് 31 ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. 7 വർഷത്തിനിടയിലെ അദ്ദേഹത്തിൻ്റെ ആദ്യ ചൈന സന്ദർശനമായിരുന്നു ഇത്. ഇതൊരു ജാഗ്രതയോടുള്ള എന്നാൽ കാര്യമായ പുനഃസജ്ജീകരണം ആയിരുന്നു. ചൈനീസ് സർക്കാർ ഇന്ത്യയുടെ മേലുള്ള അപൂർവ ലോഹങ്ങളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ നീക്കിയത് വിശ്വാസത്തിന്റെ ഒരു വലിയ സൂചനയായി ഇന്ത്യ കണ്ടു. സാമ്പത്തിക സഹകരണത്തിനുള്ള താൽപ്പര്യമായാണ് ഇത് വിലയിരുത്തപ്പെട്ടത്. അതിർത്തി തർക്കങ്ങൾ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സ്വാധീനം തുടങ്ങിയ അടിസ്ഥാനപരമായ തന്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇപ്പോഴുമുണ്ട്. എങ്കിലും മൊത്തത്തിലുള്ള ചിത്രം ഇതാണ്. ഇന്ത്യ അമേരിക്കയുടെ പാതയിൽ നിന്ന് അകലുന്നു. പകരം ചൈനയെയും റഷ്യയെയും സജീവമായ ഭൗമരാഷ്ട്രീയ പങ്കാളിയായി കാണുന്നു. ഒരു ബഹുരാഷ്ട്ര അലൈൻമെന്റ് തന്ത്രം സ്വീകരിക്കുന്നു. അമേരിക്ക എവിടെ നിൽക്കുന്നു? സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറല്ലാത്ത
സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയായിട്ടാണ് അമേരിക്ക ഇപ്പോൾ ഇന്ത്യയെ കാണുന്നത്. പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ നീക്കം ന്യൂഡൽഹിക്ക് ഒരു നയതന്ത്രപരമായ തെറ്റായി തോന്നി. ട്രംപ് കടുത്ത താരിഫുകളും ഉപരോധങ്ങളും ഉപയോഗിച്ച് സമ്മർദ്ദം ചെലുത്തിയ രീതി ഇന്ത്യയെ വല്ലാതെ വേദനിപ്പിച്ചു. കൂടുതൽ സൗഹൃദപരമായി സമീപിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ വഴങ്ങിയേന. പുതിയ പാതയുടെ അർത്ഥം. ചൈനയിലേക്കുള്ള ഈ നീക്കം ഇന്ത്യ ചൈനയുടെ കീഴാള രാജ്യമായി മാറുന്നു എന്നല്ല അർത്ഥമാക്കുന്നത്. പകരം കൂടുതൽ സ്വാതന്ത്ര്യവും സമത്വവുമാണ് ഇന്ത്യ തിരഞ്ഞെടുത്തത്. സാമ്പത്തിക പങ്കാളിത്തം. ചൈനയും ഇന്ത്യയും പരസ്പരം വികസന പങ്കാളിയായി കാണുന്നു. ചൈനീസ് വിപണിയും നിക്ഷേപവും ഇന്ത്യക്ക് ആവശ്യമാണ്. തന്ത്രപരമായ സ്വയം ഭരണം. അമേരിക്കയുടെ തന്ത്രപരമായ ശൃംഖലയിലെ ഒരു കണ്ണിയാകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. ബദൽ സഖ്യം. ചൈന വിപണികളും സാങ്കേതികവിദ്യയും ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നു. അമേരിക്കയാകട്ടെ സൗഹൃദം പറയുമ്പോഴും ആധിപത്യത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നു. ഇന്ത്യ എടുക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഏഷ്യയുടെ ഭൗമരാഷ്ട്രീയ രൂപരേഖയെ മാറ്റിമറിക്കുകയാണ്. വാഷിംഗ്ടണിന് ഇനി ഇന്ത്യയുടെ വിശ്വാസം വീണ്ടെടുക്കണമെങ്കിൽ സമ്മർദ്ദത്തിന് പകരം പങ്കാളിത്തവും അന്തിമ തീരുമാനത്തിന് പകരം വിട്ടുവീഴ്ചയും വാഗ്ദാനം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ദക്ഷിണേഷ്യയിലെ സ്വാധീനത്തിൻ്റെ കളത്തിൽ നിന്ന് അമേരിക്ക പുറത്താക്കപ്പെടും. ഇന്ത്യയുടെ വിദേശ നയത്തിലെ ഈ നിർണായക വഴിത്തിരിവ് നിങ്ങൾ കണ്ടല്ലോ. അമേരിക്കൻ സമ്മർദ്ദത്തോട് വഴങ്ങാൻ തയ്യാറില്ലാത്ത, സ്വന്തം താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു സ്വതന്ത്ര ശക്തിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഈ നീക്കം ഏഷ്യയുടെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയൂ, ഇന്ത്യയുടെ ഈ ബഹു അലൈൻമെന്റ് തന്ത്രം രാജ്യത്തിന് ഗുണം ചെയ്യുമോ, അതോ ഇത് ഭാവിയിൽ പുതിയ വെല്ലുവിളികൾ ഉണ്ടാക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കുടുംബാംഗങ്ങൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ആഴത്തിലുള്ള ഭൗമരാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.